വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 12. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയത് ആരുടെ ചുറ്റുമാണ്? യേശുവിനു ചുറ്റും. ആരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിന് എന്ത് ചെയ്യാനാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്? സൂക്ഷിച്ചുകൊള്ളാൻ. വെളിച്ചത്ത് വരാതിരിക്കുകയില്ല എന്ന് യേശു പറഞ്ഞത് എന്ത്? മറഞ്ഞിരിക്കുന്നത്. നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല എന്നതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് ഇവിടെ കേൾക്കപ്പെടും. വെളിച്ചത്ത് കേൾക്കപ്പെടുമെന്ന് യേശു പറഞ്ഞത് എന്ത്? ഇരുട്ടത്ത് സംസാരിച്ചത്. വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പ്രഘോഷിക്കപ്പെടുന്നത് എവിടെ? പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞത് എന്ത്? വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത്. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. അധ്യായം, വാക്യം എഴുതുക. ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 4 വാക്യം. എൻ്റെ സ്നേഹിതരെ എന്ന് യേശു ആരെയാണ് വിളിച്ചത്? ശിഷ്യന്മാരെ. ആരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് യേശു തൻ്റെ സ്നേഹിതരായ ശിഷ്യരോട് പറഞ്ഞത്? ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ. ആരെ ഭയപ്പെടണമെന്നാണ് യേശു ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയത്? കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ എന്താണ് ചെയ്യേണ്ടത്? ഭയപ്പെടണം. 5 കുരുവികൾ എത്ര നാണയത്തുട്ടിനാണ് വിൽക്കപ്പെടുന്നത്? 2 നാണയത്തുട്ടിന്. 2 നാണയത്തുട്ടിന് എത്ര കുരുവികൾ വിൽക്കപ്പെടുന്നു? 5 കുരുവികൾ. 2 നാണയത്തെട്ടിനു വിൽക്കപ്പെടുന്ന 5 കുരുവികൾ ആരുടെ സന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല? ദൈവസന്നിധിയിൽ. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. അധ്യായം, വാക്യം എഴുതുക. ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 7 വാക്യം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ആരുടെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്നാണ് യേശു പറഞ്ഞത്? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ആരുടെ മുമ്പിൽ തള്ളിപ്പറയപ്പെടും? ദൈവത്തിൻ്റെ ദൂതന്മാരുടെയും മുമ്പിലും. മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നവനെയും മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറയുന്നവനെയും യേശു ആരുടെ മുമ്പിലാണ് ഏറ്റുപറയുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. ആർക്കെതിരായി സംസാരിക്കുന്നവനോടാണ് ക്ഷമിക്കപ്പെടുന്നത്? മനുഷ്യപുത്രനെതിരായി. ആർക്കെതിരായി ചൂഷണം പറയുന്നവനോടാണ് ക്ഷമിക്കപ്പെടുകയില്ലാത്തത്? പരിശുദ്ധാത്മാവിനെതിരായി. പരിശുദ്ധാത്മാവിനെതിരെ എന്തു പറയുന്നവനോടാണ് ക്ഷമിക്കപ്പെടാത്തത്? ദൂഷണം. എന്തുത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. ആരുടെയെല്ലാം മുമ്പിൽ പോകുമ്പോഴാണ് എന്തുത്തരം കൊടുക്കുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്ന് യേശു പറഞ്ഞത്? സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും. എന്താണ് പറയേണ്ടത് എന്ന് ആ സമയത്ത് നിങ്ങളെ ആര് പഠിപ്പിക്കും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? പരിശുദ്ധാത്മാവ്. എൻ്റെ സഹോദരനോട് എന്ത് പങ്കുവയ്ക്കുവാൻ കൽപ്പിക്കണമേ എന്നാണ് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശുവിനോട് പറഞ്ഞത്? പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ ആരോടാണ് കൽപ്പിക്കേണ്ടത്? സഹോദരനോട്. പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആരു നിയമിച്ചു? എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആരു നിയമിച്ചുവെന്ന് ചോദിച്ചുകൊണ്ട് നൽകിയ സന്ദേശമെന്ത്? ജാഗരൂകരായിരിക്കുവിൻ എന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് യേശു പറഞ്ഞത് എന്ത്? എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. എന്തുകൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്? സമ്പത്തുകൊണ്ടല്ല. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് പറയാൻ യേശു എന്താണ് അവരോട് പറഞ്ഞത്? ഒരു ഉപമ. ആരുടെ ഉപമയാണ് യേശു പറഞ്ഞത്? ഒരു ധനികന്റെ കൃഷിസ്ഥലം എങ്ങനെ വിളവ് നൽകിയെന്നാണ് യേശു ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്.
സമൃദ്ധമായ വിളവ്. ധനികനായ മനുഷ്യൻ തൻ്റെ സമൃദ്ധമായ വിളവ് കണ്ടിട്ട് എന്താണ് ചിന്തിച്ചത്? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. സമൃദ്ധമായ വിളവ് ശേഖരിക്കാൻ ഞാൻ എന്തു ചെയ്യും എന്നാണ് ധനികൻ പറഞ്ഞത്. എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. വലിയ അറപ്പുരകളിൽ ധാന്യം ശേഖരിച്ചിട്ട് ആരോട് പറയും എന്നാണ് വചനം പറയുന്നത്? ആത്മാവിനോട്. ആത്മാവിനോട് എന്താണ് ധനികൻ പറയുന്നത്? ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട എന്താണ് നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നത്? വിഭവങ്ങൾ. സംഭരിച്ചു വച്ചിരിക്കുന്ന ധാന്യങ്ങൾ എന്ത് ചെയ്യാനാണ് ആത്മാവിനോട് ധനികൻ പറയുന്നത്? വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ദൈവം ധനികനെ വിളിച്ചത് എങ്ങനെ? ഭോഷ. ഭോഷനായ ധനികനോട് ഈ രാത്രി നിന്നിൽ നിന്ന് എന്താവശ്യപ്പെടും എന്നാണ് പറയുന്നത്? നിന്റെ ആത്മാവിനെ. ഈ രാത്രി നിന്നിൽ നിന്ന് നിന്റെ ആത്മാവിനെ ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? യേശു ആരോട് പറഞ്ഞ വാക്യങ്ങളാണ് ഇത്? ഭോഷനായ ധനികനോട്. ആർക്കെല്ലാമാണ് ഈ ധനികന്റെ സ്ഥിതി വരുന്നത് എന്നാണ് യേശു 12-ാം അധ്യായം 21 പറഞ്ഞിരിക്കുന്നത്. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവന്. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്ന ധനികന്റെ ഉപമ പറഞ്ഞുകൊണ്ട് യേശു എന്താണ് എല്ലാവരോടുമായി പറഞ്ഞത്? ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ. യേശു ശിഷ്യരോട് 12:22 പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്തു ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്തു ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തു ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്തു ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. അധ്യായം വാക്യം ലൂക്ക 12:22. എന്തിനെക്കുറിച്ചെല്ലാം എങ്ങനെ ആകുലരാകേണ്ട എന്നാണ് യേശു അരുളി ചെയ്തത്? എന്തു ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്തു ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തുകൊണ്ടാണ് ഭക്ഷണത്തിനെയും വസ്ത്രത്തെയും പറ്റി ആകുലരാകേണ്ട എന്ന് യേശു പറയുന്നത്? എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയോ കളപ്പുരയോ ഇല്ല. എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. അധ്യായം വാക്യം ലൂക്ക 12:24. ലൂക്ക 12:24 പറയുന്ന പക്ഷി ഏത്? കാക്ക. കാക്ക ചെയ്യാത്തതായി വചനം പറയുന്നത് എന്താണ്? വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. കാക്കയ്ക്ക് ഇല്ലാത്തത് എന്ത്? കലവറയും കളപ്പുരയും. കലവറയോ കളപ്പുരയോ ഇല്ലാത്ത കാക്കയെ തീറ്റിപ്പോറ്റുന്നത് ആര്? ദൈവം. പക്ഷികളെക്കാൾ വിലപ്പെട്ടത് ആര്? മനുഷ്യൻ. ആകുലരാകുന്നതുകൊണ്ട് എന്തിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കുകയില്ല എന്നാണ് കർത്താവ് ചോദിച്ചത്. ആയുസ്സിൻ്റെ. ഏറ്റവും നിസ്സാരമായത് എന്ന് യേശു പറഞ്ഞത് എന്ത്? ഒരു മുഴം കൂടി നീട്ടുക. ആയുസ്സിൻ്റെ ദൈർഘ്യത്തെ എന്തായി വ്യാഖ്യാനിക്കാം? ഉയരം എന്ന്. ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നോൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിനും അവയുടെ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. അധ്യായം വാക്യം ലൂക്ക 12:27. എത്രയോ നിസ്സാരമായതിനെ പോലും ദൈവം പരിപാലിക്കുന്നുവെന്ന് കാണിക്കാൻ വയലിൽ നിന്ന് എടുത്ത ചെടി ഏത്? ലില്ലി. ലില്ലി എന്തെല്ലാം ചെയ്യുന്നില്ല എന്നാണ് 12:27 പറയുന്നത്? നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ല. സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിനും അവയിൽ ഒന്നിനെ പോലും അലങ്കൃതനായിരുന്നില്ല. എന്തിനെ പോലെ? ലില്ലികളെ പോലെ. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായി യേശു ചിത്രീകരിക്കുന്നത് എന്തിനെ? വയലിലെ പുല്ലിനെ. അല്പവിശ്വാസികളെ എന്ന് യേശു ആരെയാണ് വിളിക്കുന്നത്? ശിഷ്യന്മാരെ. ആരാണ് അവൻ്റെ സർവ്വമഹത്വത്തിനും ലില്ലികളിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന് യേശു പറയുന്നത്? സോളമൻ. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ അണിയിക്കുന്നത് ആര്? ദൈവം.
എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലരാകുകയും വേണ്ട. ഇതെല്ലാം അന്വേഷിക്കുന്നത് ആര്? ഈ ലോകത്തിൻ്റെ ജനതകൾ. ഈ ലോകത്തിൻ്റെ ജനതകൾ അന്വേഷിക്കുന്നത് എന്തെല്ലാം? എന്തു തിന്നും എന്തു കുടിക്കും എന്നതിനെപ്പറ്റി. എന്തു തിന്നും എന്തു കുടിക്കും എന്നന്വേഷിക്കുന്നത് ഈ ലോകത്തിൻ്റെ ജനതകളാണ്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് ആർക്കറിയാം എന്നാണ് യേശു പറഞ്ഞത്? നിങ്ങളുടെ പിതാവിന്. നിങ്ങൾ എന്തന്വേഷിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുവിൻ. ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തെല്ലാം? തിന്നാനും കുടിക്കാനും വേണ്ടതെല്ലാം. ലൂക്കാ 12:32 ശിഷ്യന്മാരെ യേശു അഭിസംബോധന ചെയ്തിരിക്കുന്നത് എങ്ങനെ? ചെറിയ അജഗണമേ. ചെറിയ അജഗണമേ എന്ന് വിളിച്ചുകൊണ്ട് യേശു പറഞ്ഞത് എന്ത്? ഭയപ്പെടേണ്ട എന്ന്. ഭയപ്പെടേണ്ട എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആർക്ക് രാജ്യം നൽകാനാണ് നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നത്? ചെറിയ അജഗണമായ ശിഷ്യർക്ക്. നിങ്ങളുടെ എന്ത് വിറ്റ് ദാനം ചെയ്യുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? സമ്പത്ത്. എങ്ങനെയുള്ള പണസഞ്ചികളാണ് കരുതി വയ്ക്കേണ്ടത്? പഴകിപ്പോകാത്ത, ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിച്ചു വെക്കേണ്ടത് എവിടെ? സ്വർഗത്തിൽ. സ്വർഗത്തിൽ നിക്ഷേപം സംഭരിച്ചു വെച്ചാലുള്ള മേന്മ എന്ത്? അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ലാത്ത ഇടം ഏത്? സ്വർഗം. എവിടെയായിരിക്കും നിന്റെ ഹൃദയം എന്നാണ് യേശു പറയുന്നത്? നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ. നിങ്ങൾ എപ്രകാരം ഇരിക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത്? അരമുറുക്കിയും വിളക്ക് കത്തിച്ചു. എന്തിന് കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശം. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവനെ പോലെ. യജമാനൻ എന്ത് കഴിഞ്ഞാണ് മടങ്ങി വരുന്നത്? കല്യാണ വിരുന്ന്. യജമാനൻ വരുമ്പോൾ എങ്ങനെ കാണപ്പെടുന്ന ഭൃത്യന്മാരാണ് ഭാഗ്യവാന്മാർ? ഉണർന്നിരിക്കുന്നവരായി. യജമാനൻ ആരെയാണ് അരമുറുക്കി ഭക്ഷണത്തിന് ഇരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യുന്നത്? യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാരെ. ആരാണ് അവരെ അരമുറുക്കി ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് പരിചരിക്കുകയും ചെയ്യുന്നത്? യജമാനൻ. ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറയുന്നത് ഭൃത്യന്മാർ എപ്പോഴൊക്കെ ഒരുക്കമുള്ളവരായി കാണപ്പെടുമ്പോഴാണ്. രാത്രിയുടെ 2-ാം യാമത്തിലും 3-ാം യാമത്തിലും യജമാനൻ വരുമ്പോൾ ഒരുക്കമുള്ളവരായി കണ്ടാൽ. കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തൻ്റെ വീട് കുത്തിത്തുറക്കാൻ അനുവദിക്കുക ഇല്ലായിരുന്നു. മനുഷ്യപുത്രൻ വരുന്നത് ഏതു മണിക്കൂറിലാണ്? പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് എങ്ങനെ ഇരിക്കാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഒരുങ്ങിയിരിക്കാൻ. കർത്താവെ, ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? പത്രോസ്. പത്രോസിൻ്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് എന്ന മറുചോദ്യമാണ് യേശു പത്രോസിനോട് ചോദിച്ചത്. ഏതു ഭൃത്യനാണ് ഭാഗ്യവാനായി 43-ാം വചനം പറയുന്നത്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യനെ എന്താണ് വിളിക്കുന്നത്? ഭാഗ്യവാൻ. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യനെ യജമാനൻ എന്തായി നിയമിക്കും? തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകുമെന്നുള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ യജമാനൻ എന്തു ചെയ്യും? പ്രതീക്ഷിക്കാത്ത ദിവസത്തിനും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. ഭൃത്യൻ എന്ത് ചെയ്യുമ്പോഴാണ് യജമാനൻ അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുന്നത്? തൻ്റെ യജമാനൻ വരാൻ വൈകുമെന്ന് കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകുകയും ചെയ്യുമ്പോൾ. എപ്പോഴാണ് യജമാനൻ വരുന്നത്?
പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും. ഏത് ഭൃത്യനാണ് കഠിനമായി പ്രഹരിക്കപ്പെടുന്നത്? യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ. ലഘുവായി പ്രഹരിക്കപ്പെടുന്ന ഭൃത്യൻ ആര്? അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് എത്ര ആവശ്യപ്പെടും? അധികം ചോദിക്കുന്നത് ആരോട്? അധികം ഏൽപ്പിക്കപ്പെട്ടവനോട്. എവിടെ തീയിടാനാണ് യേശു വന്നത്? ഭൂമിയിൽ തീയിടാനാണ്. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനോടകം എന്ത് ചെയ്തിരുന്നെങ്കിൽ എന്നാണ് യേശു പറയുന്നത്. കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. യേശു എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സ്നാനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച്. ഭൂമിയിൽ സമാധാനം നൽകാനല്ല, പിന്നെ എന്ത് നൽകാനാണ് യേശു വന്നിരിക്കുന്നത്? ഭിന്നത. ഭിന്നിച്ചിരിക്കുന്ന എത്ര പേരാണ് ഒരു വീട്ടിൽ ഉണ്ടായിരിക്കുക? 5 പേർ. 5 പേർ എങ്ങനെയാണ് ഭിന്നിച്ചു നിൽക്കുക? 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും. ആരെല്ലാം തമ്മിൽ ഭിന്നിക്കും എന്നാണ് യേശു പറയുന്നത്? പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകൾ മരുമകൾക്കും മരുമകൾ അമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. പടിഞ്ഞാറ് മേഘമുയരുന്നത് കണ്ടാൽ എന്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞത്. മഴ വരുന്നു. അത്യുഷ്ണമുണ്ടാകുന്നത് എപ്പോൾ? തെക്കൻ കാറ്റടിക്കുമ്പോൾ. ലൂക്കാ 12:56 ജനക്കൂട്ടത്തെ യേശു അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? കപടനാട്യക്കാരെ. എന്തിൻ്റെയെല്ലാം ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാമെന്നാണ് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞത്. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം. എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? യേശു ആരോട് ചോദിച്ച ചോദ്യം? ജനക്കൂട്ടത്തോട്. നിന്റെ ശത്രുവിനോടുകൂടി അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ അവൻ നിന്നെ എന്തെല്ലാം ചെയ്യും എന്നാണ് യേശു പറഞ്ഞത്. ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കും. അവൻ നിന്നെ തടവിലാക്കും. നീ ആരുടെ കൂടെയാണ് അധികാരിയുടെ അടുത്തേക്ക് പോകുന്നത്? ശത്രുവിൻ്റെ കൂടെ. ശത്രു നിന്നെ അവസാനം എന്തു ചെയ്യും? തടവിലാക്കും. ആരാണ് അവസാനം നിന്നെ തടവിലാക്കുന്നത്? കാരാഗൃഹപാലകൻ. കാരാഗൃഹപാലകനാൽ തടവിലാക്കപ്പെട്ട നീ എന്ത് ചെയ്യുന്നത് വരെ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്നാണ് ലൂക്കായുടെ സുവിശേഷം 12:59 പറയുന്നത്. അവസാന തൊട്ടുവരെ കൊടുക്കാതെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 13. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആര്? പീലാത്തോസ്. പീലാത്തോസ് ആരുടെ ബലികളിലാണ് അവരുടെ രക്തം കൂടി കലർത്തിയത്? ഗലീലിയക്കാരുടെ. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചത് ആര്? ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചപ്പോൾ യേശു അവരോട് എന്താണ് ചോദിച്ചത്? ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവോ? പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഏതുപോലെ നശിക്കും എന്നാണ് യേശു പറഞ്ഞത്. ഗലീലിയരെ പോലെ. ഗോപുരം ഇടിഞ്ഞു വീണത് എവിടെ? സീലോഹായിൽ. സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 18 പേർ. സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ ആരേക്കാൾ കുറ്റക്കാരായിരുന്നു എന്നാണ് യേശു ചോദിച്ചത്? ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഏതുപോലെ? സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേരെ പോലെ. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. യേശു എത്ര പ്രാവശ്യം 13 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്? 2 പ്രാവശ്യം. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്ന് യേശു പറഞ്ഞ ഉപമ ഏത്? ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമ. ഒരുവൻ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത് എവിടെ? മുന്തിരിത്തോട്ടത്തിൽ. മുന്തിരിത്തോട്ടത്തിലെ അത്തിവൃക്ഷത്തിൽ എന്തുണ്ടോ എന്ന് നോക്കാനാണ് യേശു വന്നത്. പഴം. അത്തിവൃക്ഷത്തിൽ പഴം ഇല്ലാതായി കണ്ടപ്പോൾ യേശു കൃഷിക്കാരോട് പറഞ്ഞത് എന്ത്?
3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു. ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? എത്ര വർഷമായിട്ട് അത്തിവൃക്ഷത്തിൻ്റെ ഫലം അന്വേഷിച്ചു വരുന്നു? 3 വർഷമായിട്ട്. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് കൃഷിക്കാരൻ പറഞ്ഞ മറുപടി എന്ത്? യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. ചുവട് കിളച്ച് വളമിട്ടതിനു ശേഷം എന്ത് നൽകിയില്ലെങ്കിൽ നീ ഇത് വെട്ടിക്കളഞ്ഞുകൊള്ളുക എന്നാണ് കൃഷിക്കാരൻ യേശുവിനോട് പറഞ്ഞത്. ഫലം. യേശു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എപ്പോൾ? ഒരു സാബത്തിൽ. സിനഗോഗിൽ ആരാണ് ഉണ്ടായിരുന്നത്? കൂനിപ്പോയ ഒരുവൾ. കൂനിപ്പോയ ആ സ്ത്രീയുടെ പ്രത്യേകത എന്തായിരുന്നു? ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. എത്ര വർഷമായിട്ടാണ് കൂനിപ്പോയ സ്ത്രീയെ ആത്മാവ് ബാധിച്ചിരുന്നത്? 18 വർഷം. കൂനിപ്പോയ സ്ത്രീയെ അടുത്തു പിടിച്ചത് ആരാണ്? യേശു. യേശു കൂനുള്ള സ്ത്രീയോട് പറഞ്ഞത് എന്ത്? സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? യേശു കൂനുള്ള സ്ത്രീയോട്. യേശു കൂനുള്ള സ്ത്രീയുടെ മേൽ കൈകൾ വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ചത് ആര്? സിനഗോഗ് അധികാരി. ജോലി ചെയ്യാവുന്ന എത്ര ദിവസം ഉണ്ടെന്നാണ് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞത്? 6 ദിവസം. ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളിൽ എന്ത് നേടിക്കൊള്ളാനാണ് സിനഗോഗ് അധികാരി പറഞ്ഞത്? രോഗശാന്തി. രോഗശാന്തി നേടുന്നത് ഏത് ദിവസമാണ് പാടില്ലാത്തത്? സാബത്ത് ദിവസത്തിൽ. സാബത്ത് ദിവസം രോഗശാന്തി നേടാൻ പാടില്ല എന്ന് സിനഗോഗ് അധികാരികൾ ജനങ്ങളോട് പറയുന്നത് കേട്ടപ്പോൾ യേശു അവരെ വിളിച്ചത് എന്താണ്? കപടനാട്യക്കാരെ. നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ എന്തിനെയെല്ലാം തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ എന്നാണ് യേശു ചോദിച്ചത്. കാളയെയും കഴുതയെയും. 18 വർഷം കൂനുള്ള സ്ത്രീയെ എന്ത് ബന്ധിച്ചിട്ടിരുന്നു? സാത്താൻ. സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന സ്ത്രീ ആരുടെ മകളാണ്? അബ്രാഹത്തിൻ്റെ. അബ്രാഹത്തിൻ്റെ മകളായ 18 വർഷം സാത്താൻ ബന്ധിച്ചിരുന്ന സ്ത്രീയെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതല്ലേ എന്ന് ചോദിച്ചത് ആര്? യേശു. യേശുവിൻ്റെ ചോദ്യം കേട്ട് ലജ്ജിതരായത് ആര്? യേശുവിൻ്റെ പ്രതിയോഗികൾ. എന്നാൽ യേശു ചെയ്ത മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചത് ആര്? ജനക്കൂട്ടം. ദൈവരാജ്യം എന്തിനോടാണ് യേശു സാദൃശ്യപ്പെടുത്തിയത്? കടുകുമണിയോട്. കടുകുമണി വളർന്ന് എന്തായി? മരമായി. മരമായി വളർന്ന കടുകുമണിയുടെ ശാഖകളിൽ ചേക്കേറിയത് ആര്? ആകാശത്തിലെ പക്ഷികൾ. ദൈവരാജ്യത്തെ യേശു വീണ്ടും എന്തിനോടാണ് ഉപമിച്ചത്? ഒരു സ്ത്രീ 3 അളവു മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്തുവെച്ച പുളിപ്പിനോട്. യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്തത് എവിടേക്ക്? ജെറുസലേമിലേക്ക്. ജെറുസലേമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന യേശുവിനോട് ഒരുവൻ ചോദിച്ചത് എന്ത്? കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു തുടർന്ന് പറഞ്ഞതെന്ത്? അനേകം പേർ പ്രവേശിക്കാൻ പരിശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ വീട്ടുടമസ്ഥൻ എന്താണ് മറുപടി പറയുക? നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് വീട്ടുടമസ്ഥൻ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന മറുപടി എന്ത്? നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കുടിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു നിൽക്കുന്നവർ വീട്ടുടമസ്ഥനോട് പറയുന്നത്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തെരുവുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു നിൽക്കുന്നവർ വീട്ടുടമസ്ഥനോട് പറഞ്ഞത്? പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പുറത്ത് നടക്കുന്നവർ പറഞ്ഞപ്പോൾ പോലും വീട്ടുടമസ്ഥൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല,
അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ആരൊക്കെ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതും കാണുമ്പോഴാണ് നിങ്ങൾ വിലപിക്കുകയും പല്ലുറുമുകയും ചെയ്യുന്നത്. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. ആരൊക്കെയാണ് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി കാണപ്പെടുന്നത്? അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? വിലപിക്കുകയും പല്ലുറുമുകയും ചെയ്യും. ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുന്നത് ആരൊക്കെ? കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കും നിന്നുമുള്ള ജനങ്ങൾ. കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നുമുള്ള ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. എത്ര പ്രാവശ്യം വീട്ടുടമസ്ഥൻ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്? 2 പ്രാവശ്യം. ഇവിടെ നിന്ന് പോകുക, ഹെറോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. യേശുവിനോട് ഇത് പറഞ്ഞതാര്? ഫരിസേയർ. യേശു ഹെറോദേസിനെ വിളിച്ചത് എന്ത്? കുറുക്കൻ. ആ കുറുക്കനോട് പറയുവിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. എത്രാം ദിവസമാണ് എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എന്ന് യേശു പറഞ്ഞത്? 3-ാം ദിവസം. ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നുവെന്ന് യേശു പറയാൻ കാരണം ജെറുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ലാത്തതുകൊണ്ട്. എവിടെ വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല എന്നാണ് യേശു പറഞ്ഞത്? ജെറുസലേമിന് പുറത്ത്. യേശു എപ്രകാരമാണ് ജെറുസലേമിനെ സംബോധന ചെയ്തത്? ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. ആരാണ് പ്രവാചകന്മാരെ കൊല്ലുന്നത്? ജെറുസലേം. തൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ ജെറുസലേം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് എവിടെ? ചിറകിൻ കീഴിൽ. ഏതുപോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചുവെന്നാണ് യേശു പറയുന്നത്. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. പക്ഷേ സമ്മതിക്കാതിരുന്നത് ആര്? ജെറുസലേം നിവാസികൾ. ജെറുസലേമിൻ്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് താൻ ആഗ്രഹിച്ചുവെങ്കിലും നിങ്ങൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം എങ്ങനെയായിരിക്കുന്നുവെന്നാണ് യേശു പറയുന്നത്? പരിത്യക്തമായിരിക്കുന്നു. നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നുവെന്ന് പറയാൻ കാരണം എന്ത്? ജെറുസലേമിൻ്റെ സന്തതികളെ ഒന്നിച്ചു ചേർക്കുന്നതിന് നിങ്ങൾ സമ്മതിക്കാതിരുന്നതുകൊണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നതുവരെ എന്നെ നിങ്ങൾ കാണുകയില്ല എന്നാണ് യേശു ജെറുസലേം നിവാസികളോട് പറഞ്ഞത്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുന്നതുവരെ ആരെ കാണുകയില്ല? യേശു ജെറുസലേം നിവാസികളെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 14. യേശു സാബത്തിൽ ആരുടെ വീട്ടിലാണ് ഭക്ഷണത്തിന് പോയത്? ഫരിസീയ പ്രമാണികളിൽ ഒരുവൻ്റെ. ഫരിസീയ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോയ യേശുവിനെ അവർ എന്തു ചെയ്യുകയായിരുന്നു? ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഫരിസീയ പ്രമാണിയുടെ വീട്ടിൽ ആരുണ്ടായിരുന്നുവെന്നാണ് 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. ഒരു മഹോദര രോഗി. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? നിയമജ്ഞരോടും ഫരിസീയരോടും. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും പ്രതികരണം എന്തായിരുന്നു? അവർ നിശബ്ദരായിരുന്നു. നിശബ്ദരായിരുന്ന നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഇടയിൽ യേശു പ്രവർത്തിച്ചത് എന്ത്? സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവരായി ആരുണ്ട്? ക്ഷണിക്കപ്പെട്ടവർ എന്ത് തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോഴാണ് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. പ്രമുഖ സ്ഥാനങ്ങൾ. വിരുന്നിൽ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തത് ആര്? ക്ഷണിക്കപ്പെട്ടവർ. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ എവിടെ ഇരിക്കരുത് എന്നാണ് യേശു പറഞ്ഞത്? പ്രമുഖ സ്ഥാനത്ത്.
കല്യാണ വിരുന്നിൽ പ്രമുഖ സ്ഥാനത്തിരിക്കരുത് എന്ന് യേശു പറയാനുള്ള കാരണം, നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം. നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ കല്യാണ വിരുന്നിന് നടത്തുന്നയാൾ ക്ഷണിച്ചിരിക്കാം എന്നതുകൊണ്ട് നീ എന്ത് ചെയ്യരുത് എന്നാണ് യേശു പറഞ്ഞത്. കല്യാണ വിരുന്നിൽ പ്രമുഖ സ്ഥാനത്ത് ഇരിക്കരുത്. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നിനക്കെന്ത് സംഭവിക്കും എന്നാണ് യേശു പറഞ്ഞത്. നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. കല്യാണ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ത്? നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ. കല്യാണ വിരുന്നിന് പങ്കെടുക്കുമ്പോൾ നീ എവിടെ പോയി ഇരിക്കണമെന്നാണ് യേശു പറഞ്ഞത്? അവസാനത്തെ സ്ഥാനത്ത്. കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ട് നീ അവസാനത്തെ സ്ഥാനത്തിരിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന മേന്മ എന്ത്? ആതിഥേയൻ വന്ന് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയും. ആതിഥേയൻ വന്ന് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് എന്ത് ലഭിക്കും എന്നാണ് യേശു പറയുന്നത്? നിന്നോടുകൂടെ ഭക്ഷണത്തിൽ ഇരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. കല്യാണ വിരുന്നിൽ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകുന്നത് എപ്പോൾ? ആതിഥേയൻ വന്ന് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ. യേശുവിനെ കല്യാണ വിരുന്നിന് ക്ഷണിച്ചവരോട് ആരെയെല്ലാം വിളിക്കരുത് എന്നാണ് നിർദ്ദേശിച്ചത്? സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ? സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ എന്തിനു വിളിക്കരുത് എന്നാണ് യേശു പറഞ്ഞത്? ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ. സ്നേഹിതരെയോ സഹോദരങ്ങളെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ ക്ഷണിച്ചാൽ അവർ പകരം ചെയ്തേക്കാവുന്നത് എന്ത്? അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. നീ സദ്യ നടത്തുമ്പോൾ ആരെയെല്ലാമാണ് ക്ഷണിക്കേണ്ടത്? ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ. ദരിദ്രരെയും വികലാംഗരെയും മുടന്തരെയും കുരുടരെയും സദ്യയ്ക്ക് വിളിക്കുമ്പോൾ നീ ആരായിരിക്കും? ഭാഗ്യവാൻ ആയിരിക്കും. ദരിദ്രരെയും വികലാംഗരെയും മുടന്തരെയും കുരുടരെയും സദ്യയ്ക്ക് വിളിക്കുമ്പോൾ നീ ഭാഗ്യവാൻ ആയിരിക്കുന്നത് എങ്ങനെ? എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കുന്നത് ആർക്ക്? പകരം നൽകാൻ ഒന്നുമില്ലാത്ത ദരിദ്രനെയും വികലാംഗരെയും മുടന്തരെയും കുരുടരെയും സദ്യയ്ക്ക് വിളിക്കുന്നവൻ. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞ ഉപമ എന്ത്? കല്യാണ വിരുന്നിൻ്റെ ഉപമ. ഭക്ഷണത്തിന് ഇരുന്നവരിൽ ഒരുവൻ കല്യാണ വിരുന്നിൻ്റെ ഉപമ കേട്ടപ്പോൾ പറഞ്ഞത് എന്ത്? ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഉപമയേത്? വിരുന്നിൻ്റെ ഉപമ. യേശു ഉപമ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെ? ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെയേറെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ടവരെ അറിയിക്കാൻ വിരുന്നൊരുക്കിയവൻ അയച്ചത് ആരെ? ദാസനെ. ദാസൻ ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചത് എന്ത്? വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നുവെന്ന് ദാസൻ അറിയിച്ചപ്പോൾ ക്ഷണിക്കപ്പെട്ടവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. സദ്യയിൽ പങ്കെടുക്കാതിരിക്കാൻ ഒന്നാമൻ പറഞ്ഞത് എന്ത്? ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം. രണ്ടാമൻ പറഞ്ഞ ഒഴികഴിവ് എന്ത്? ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു. സദ്യയിൽ പങ്കെടുക്കാതിരിക്കാൻ മൂന്നാമൻ പറഞ്ഞതെന്ത്? എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ. സദ്യയിൽ പങ്കെടുക്കാതിരിക്കാൻ ഒഴികഴിവ് പറഞ്ഞ എത്ര പേരെയാണ് വചനഭാഗത്ത് കാണുന്നത്? 3 പേരെ. ക്ഷണിക്കപ്പെട്ടവർ വരാതിരിക്കുന്ന വിവരം ഗൃഹനാഥനെ അറിയിച്ചപ്പോൾ ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞതെന്ത്? നീ വേഗം പട്ടണത്തിലെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. എവിടെന്നെല്ലാമാണ് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരേണ്ടത്? പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും നിന്ന്. നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട് എന്ന് ദാസൻ യജമാനനോട് പറഞ്ഞപ്പോൾ
യജമാനന്റെ മറുപടി എന്തായിരുന്നു? പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. എന്തുകൊണ്ടാണ് യജമാനൻ വീട് നിറയുവോളം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ഇടവഴികളിലും നിന്ന് വിരുന്ന് ആസ്വദിക്കുവാനായി ആളുകളെ കൊണ്ടുവരുവാൻ ദാസനോട് കൽപ്പിച്ചത്? എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിൻ്റെ അടുത്ത് വന്നത് ആര്? വലിയ ജനക്കൂട്ടങ്ങൾ. എന്തിനെയെല്ലാം ഉപേക്ഷിക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ആർക്കെൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് യേശു പറയുന്നത്? സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന്. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ എന്താണ് ആദ്യമേ കണക്കുകൂട്ടി വയ്ക്കേണ്ടത്? അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന്. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് കണക്ക് കൂട്ടി നോക്കാത്തവന് എന്താണ് സംഭവിക്കുക? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. ഗോപുരത്തിൻ്റെ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം എന്തു പറഞ്ഞാണ് അവനെ ആക്ഷേപിക്കുന്നത്? ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇപ്രകാരം പറയുന്നത് ആര്? അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം. 20,000 ഭടന്മാരോടുകൂടി തനിക്കെതിരെ വരുന്നവനെ എത്ര ഭടന്മാരെ കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആലോചിക്കാത്ത രാജാവുണ്ടോ എന്നാണ് യേശു ചോദിച്ചത്. 10,000 കൊണ്ട്. 20,000 ഭടന്മാരോട് നേരിടാൻ 10,000 ഭടന്മാർക്ക് സാധ്യമല്ലെങ്കിൽ രാജാവ് എന്തു ചെയ്യും? ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. യേശുവിൻ്റെ ശിഷ്യനായിരിക്കാനുള്ള സാധ്യത എന്ത്? തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കണം. ഉപ്പ് മണ്ണിനോ വളത്തിനോ ഉപകരിക്കാതെ വരുന്നത് എപ്പോൾ? ഉറ കെട്ടുപോയാൽ. ഉപ്പ് മണ്ണിനോ വളത്തിനോ ഉപകരിക്കാതെ പോയാൽ ആളുകൾ എന്തു ചെയ്യും? പുറത്തേക്ക് എറിഞ്ഞ് കളയുന്നു. മണ്ണിനോ വളത്തിനോ ഉപ്പ് ഉപകരിക്കുകയില്ല, ആളുകളത് പുറത്തേക്ക് എറിഞ്ഞു കളയുന്നുവെന്ന് യേശു പറഞ്ഞുകൊണ്ട് യേശു എന്താണ് ജനക്കൂട്ടത്തോട് പറഞ്ഞത്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.